ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ ഇവരാരാണ്? എന്തിനാണ് ബി.ജെ.പിക്കാർ ഇത്ര ഭയപ്പെടുന്നത്? നിങ്ങൾ എത്ര തന്നെ ഭയപ്പെട്ടാലും രമേശ് പിഷാരടി പാലക്കാടൻ കോട്ട പിടിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനുവേണ്ട എല്ലാ വളവും വെള്ളവും നിങ്ങളും തോമസ് ഐസക്കിനെ പോലെയുള്ള സ്വയം ബുദ്ധിജീവികളായ LDFന്റെ ആളുകളും അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചുകൊണ്ടും തന്നെ നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. സ്ഥാനാർത്ഥി പറയുമ്പോ എല്ലാവർക്കും മണിക്കത്തൊക്കെ വാങ്ങി വെച്ച പോലെ പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രചരണാർത്ഥം പാലക്കാട്ടെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ BJP പ്രവർത്തകർ തടഞ്ഞ ഒരു രംഗമാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ഒരു സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ഒരു സ്ഥലത്ത് ചെല്ലുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും സ്വാഭാവികവും ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശവുമാണ്. ആ അവകാശമാണ് രമേശ് പിഷാരടി എന്ന UDF സ്ഥാനാർത്ഥിക്ക് പരസ്യമായിട്ട് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ആരാണ് ഈ ഞങ്ങള്? കേരളത്തിലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണമുണ്ട് എന്നുള്ളതിന്റെ ഹുങ്ക് ഇത്തരത്തിലാണോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? നിങ്ങളാണോ കേരളം ഭരിക്കാൻ കാത്തിരിക്കുന്നത്? നിങ്ങളാണോ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്? നിങ്ങളല്ലേ ഈ രാജ്യം ഭരിക്കുന്നത്? ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ എങ്ങനെയാണ് ജനാധിപത്യത്തിന് ഒരു മുതൽക്കൂട്ടാവുന്നത്? ഇവർ തികച്ചും ജനവിരുദ്ധരാണ്, ജനാധിപത്യ വിരുദ്ധരാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള മൗലിക അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന രീതിയിൽ എത്തരത്തിലാണ് ഇവർ ജനാധിപത്യത്തെ കാണുന്നത് എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിക്കെതിരെ നടന്ന സംഭവം എന്നുള്ളത് നമുക്ക് ഏറ്റവും ചുരുക്കി പറയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരം ഒരു പ്രവണത നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ അപകടകരമായ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തിയെ അല്ല അത് കാണിക്കുന്നത്. നേരെ മറിച്ച് ജനാധിപത്യത്തിന്റെ ദൗർബല്യത്തെ തന്നെയാണ് അത് ആളുകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. രമേശ് പിഷാരടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പൗരനാണ്. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവകാശവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന് നൽകിയ ഒരു അംഗീകാരം കൂടിയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഭയമുണ്ടെങ്കിൽ അത് പറയണം. അതിന് പകരം ഒരു സ്ഥാനാർത്ഥിയെ തടയുക, അദ്ദേഹം ആ പ്രദേശത്തേക്ക് വന്നാൽ വോട്ടെല്ലാം പോകുമോ എന്നുള്ള ഭയമൊക്കെ വെറും അല്പത്തരമാണെന്ന് പറയാതെ നിർവാഹമില്ല. ഇപ്പൊ ഇന്നലെ നടന്ന ഈ സംഭവം, അതായത് ഒരു പ്രാദേശിക നേതാവിന്റെ അതിര് കടന്നുള്ള ഒരു പ്രതികരണം, അതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടാകുക? ആ പ്രതികരിച്ച ആളുകൾക്ക് കുറച്ച് ഫെയിം കിട്ടുന്നല്ലാതെ വേറൊരു ഗുണവും അവരുടെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ ആർക്കും ലഭിക്കുന്നില്ല. പലപ്പോഴും ഇത്തരം അമിത പ്രകടനങ്ങൾ ഉണ്ടല്ലോ, അത് ആ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഗുണകരമായിട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചരിത്രം. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാഫിർ സ്ക്രീൻഷോട്ട്. അതായത് വടകര മണ്ഡലത്തിലെ റിസൾട്ട് തന്നെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് മാറിയ കാഫിർ സ്ക്രീൻഷോട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു അമിതാവേശം കൊള്ളലായിരുന്നു, ഒരു ഗൂഢതന്ത്രം മെനയിലായിരുന്നു. ഏതായാലും പൊട്ടിപ്പാളീസായി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു വനിതാ നേതാവ് തോറ്റി തുന്നം പാടി എന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. ഇവിടെയാണ് മറ്റൊരു പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞത്. എന്താ അറിയോ?
ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ ഇവരാരാണ്? മൗലിക അവകാശങ്ങളെ മറികടന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു നിലപാടും അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ കടുത്ത ആശയ വൈരുദ്ധ്യങ്ങളുള്ള ആളുകൾ പോലും പരസ്പരം ഇത്തരം അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ എവിടെയും പ്രവർത്തിച്ചതായി നമ്മുടെ അറിവിലില്ല. അത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയും ശക്തിയുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. രമേശ് പിഷാരടിയുടെ എതിരായിട്ട് മത്സരിക്കുന്ന LDF നിന്ന് ഒരു NMR റസാഖും BJP നിന്ന് അവരുടെ ഏറ്റവും വലിയ വനിതാ നേതാവായ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രനുമാണ്. ഈ പ്രകടനം തടഞ്ഞത് രമേശ് പിഷാരടിക്ക് അദ്ദേഹത്തിന്റെ മൗലിക അവകാശം നിഷേധിച്ചത് BJP-ക്കാരാണ്. എന്തിനാണ് BJP-ക്കാർ ഇത്ര ഭയപ്പെടുന്നത്? നിങ്ങൾ എത്ര തന്നെ ഭയപ്പെട്ടാലും രമേശ് പിഷാരടി പാലക്കാടൻ കോട്ട പിടിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനുവേണ്ട എല്ലാ വളവും വെള്ളവും നിങ്ങളും തോമസ് ഐസക്കിനെ പോലെയുള്ള സ്വയം ബുദ്ധിജീവികളായ LDF-ന്റെ ആളുകളും അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചുകൊണ്ടും തന്നെ നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മുനിസിപ്പാലിറ്റിയിലെ ഭരണം ലഭിച്ചപ്പോഴേക്കും അവിടേക്ക് കടക്കാൻ പാടില്ല, ഇത് ഞങ്ങളെ ആളുകളുടെ ഏരിയയാണ്, ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇക്കണക്കിന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടില്ലേ? നമ്മുടെ മൗലിക അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലേ? നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടില്ലേ? ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഈ സംഭവം കണ്ടതിന് ശേഷം വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ നിങ്ങൾ തടയാൻ ശ്രമിച്ചാലും രമേശ് പിഷാരടി എന്ന ഉദയസൂര്യൻ പാലക്കാട് ഉദിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിലോ നിങ്ങളുടെ വിലക്കുകൾക്ക് മുന്നിലോ ആ ഉദയസൂര്യന്റെ വെളിച്ചത്തെ കെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും. ജനാധിപത്യം നിലനിൽക്കുന്നത് പരസ്പര ബഹുമാനത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കുന്ന മനോഭാവത്തിലുമാണ്. അത്തരം അടിസ്ഥാനങ്ങൾ തകരുമ്പോൾ നഷ്ടപ്പെടുന്നത് ഏതൊരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയാണോ നിങ്ങൾ വാദിക്കുന്നത് അവരുടെ പ്രതിച്ഛായ മാത്രമല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ വിശ്വാസം കൂടി ആണെന്നുള്ള കേവല ബോധം എല്ലാവർക്കും ഉണ്ടായാൽ അത്രയും നല്ലത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.